മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് ചാമ്പയ്ക്ക് ഞാൻ ചെയ്യുന്ന വളപ്രയോഗ രീതികളും ചാമ്പയെപ്പറ്റി എൻ്റെ അറിവുകളുമാണ് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. വളരെ പണ്ട് കാലം മുതൽ തന്നെ ചാമ്പ മിക്കവാറുമുള്ള വീടുകളിൽ നട്ടു വളർത്തിയിരുന്നു. അപ്പം 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമുക്കിത് കഴിക്കുമ്പോൾ ക്ഷീണം, അതായത് ജലാംശം ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു പഴമാണ് ചാമ്പയ്ക്ക. അപ്പം നല്ല ക്ഷീണം ഉണ്ടെങ്കിൽ ആ ക്ഷീണമൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ജലാംശം ശരീരത്തിൽ കിട്ടും. പിന്നെ ഇത് അച്ചാറായിട്ട് തോരനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് ഉണക്കി കഷ്ണങ്ങളാക്കി 2-3 കഷ്ണങ്ങളാക്കി ഉണക്കി നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന്, മുൻകാലങ്ങളിലൊക്കെ മിക്ക വീടുകളിലും ആടുകളെയൊക്കെ വളർത്തിയിരുന്നു. അപ്പം ആടുകൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ്. അതുപോലെ തന്നെ മുൻകാലങ്ങളിലൊക്കെ സ്കൂൾ പരിസരത്തൊക്കെ ഈ ചാമ്പയ്ക്ക വിൽപ്പനയുണ്ടായിരുന്നു. അതൊക്കെ പൈസ കൊടുത്തൊക്കെ വാങ്ങിച്ച് കഴിച്ച ഓർമ്മകളൊക്കെ നമുക്കുണ്ട്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി അന്ന് നാടൻ ചാമ്പയ്ക്കായിരുന്നു, ഒരു റോസ് നിറത്തിലുള്ള ചെറിയ ചാമ്പയ്ക്ക. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഇത് നോക്കിയാട്ടെ, ഇത് പച്ച നിറത്തിലുള്ള വലിയ ചാമ്പയ്ക്കയാണ്. അതുപോലെ തന്നെ ഇതേപോലെയുള്ള തന്നെ ചുവപ്പ് നിറമുള്ള വലിയ ചാമ്പയ്ക്ക ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ചാമ്പ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ചാമ്പ നമുക്ക് എവിടെ വേണമെങ്കിലും കൃഷി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മണ്ണിൽ, അതുപോലെ ഡ്രമ്മിലും ഒക്കെ നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും. ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ ഒന്നും എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത് ദീർഘകാല വിളയാണ്. അപ്പോൾ ഇപ്പോൾ ഇത് നടേണ്ടത്, ഇതിൻ്റെ പഴുത്ത ചാമ്പയ്ക്കകത്ത് കുരുണ്ട്, വിത്തുണ്ട്. ആ വിത്തിട്ട് വേണം നമുക്ക് കിളിപ്പിക്കാം. പക്ഷേ വിത്തിട്ട് കിളിപ്പിച്ചാൽ ഇത് കായ്ഫലമാകാൻ കുറേ കാലം എടുക്കും, ഒരു 3-4 കൊല്ലമെങ്കിലും എടുക്കും. എന്നാൽ ഇതിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ ഇത് കായ്ഫലമായതിനു ശേഷം ഇതിൻ്റെ കമ്പ് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാം. എയർ ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് നട്ടാൽ ആ വർഷം തന്നെ, നമ്മൾ നടുന്ന ആ വർഷം തന്നെ നമുക്ക് ഇങ്ങനെ കായ്കൾ കിട്ടും. ഇതിപ്പം അങ്ങനെ കൊണ്ട് നട്ട ഒരു ചാമ്പ ഇനമാണ്. അപ്പോൾ ഇതിന് വളം ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെങ്കിലും പൂകൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ കായ്കൾ പെട്ടെന്ന് വിളഞ്ഞു കിട്ടാനും വളരെ സ്വാദ് ഉണ്ടാകാനും ഒക്കെ നമുക്ക് ചെറിയൊരു വളപ്രയോഗം നടത്തേണ്ടത് ആവശ്യമാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ഏത് ഫലവൃക്ഷ തൈകൾ നമ്മൾ കൊണ്ടു നട്ടാലും അതിന് ചുറ്റും നമ്മൾ മണ്ണിട്ട് ഒരു ചെറിയ മതിൽ വട്ടത്തിൽ അതിൻ്റെ ചുവട്ടിൽ വീഴുന്ന വെള്ളവും വളവും ഒന്നും ഒലിച്ചു പോകാതിരിക്കാൻ ഒരു സംവിധാനം നമ്മൾ ഒരുക്കണം. അതുപോലെ തന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഫലവൃക്ഷ ചെടികളുടെ, പ്ലാവായാലും ചാമ്പയായാലും അങ്ങനെ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ ചുവട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ മുൻകാലങ്ങളിലുള്ള പ്ലാവും പറങ്കാവും പേരയും ഒന്നുമല്ല ഇപ്പോഴുള്ളത്. എല്ലാം വലിയ ഇനത്തിൽപ്പെട്ടതാണ്, സങ്കര ഇനങ്ങളാണ്, പുതിയ ഇനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരുകൾക്ക് വളരെ ദൂരേക്ക് പോയി വെള്ളവും വളവും ഒന്നും വലിച്ചെടുക്കാനുള്ള കഴിവില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് തന്നെ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ കായ്ഫലമായതിനു ശേഷം നല്ല രീതിയിൽ വളം കൊടുക്കേണ്ടതും അത്യാവശ്യമാണ്. എങ്കിലേ ആ പൂക്കളും ഇഷ്ടംപോലെ കായ്കളും ഒക്കെ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ചുവട് ഒന്ന് ഇളക്കുന്നതാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ഇതേപോലെയുള്ള ഒരു ചെറിയ കുന്താലിയാണ് നമുക്കിതിൻ്റെ ചുവട് ഇളക്കാൻ ആവശ്യം. വലിയ കുന്താലി കൊണ്ട് കിളച്ച് കഴിഞ്ഞാൽ വേരൊക്കെ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കളെ, വളമായിട്ട് ഞാനിപ്പോൾ ഈ ചാമ്പയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഇത് പിന്നെ സ്റ്റെറാമിലാണ്. സ്റ്റെറാമിലിനകത്ത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഒരു 2 കൈ നമ്മൾ ഇതിനൊന്ന് ഇട്ട് കൊടുക്കുക. 2 കൈ അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ചാമ്പയ്ക്ക് പ്രധാനപ്പെട്ട ശത്രുക്കൾ എന്ന് വെച്ചാൽ ഇലതീനിപ്പുഴുവാണ്. അപ്പോൾ ഇലതീനിപ്പുഴുകൾ ചാമ്പലുണ്ടാകും. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചാരം ചുവട്ടിലിട്ട് കൊടുക്കുകയും വേണം, ഒപ്പം ഇലകളിലൂടെ വാരിയിടണം. ചുവട്ടിലിട്ട് കൊടുക്കുന്നത് വെച്ചാൽ ഈ ചാരം ശരിക്കും ചുവട്ടിലിട്ട് കൊടുക്കാമെങ്കിൽ ഇതിൻ്റെ കായ്കളൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് വിളഞ്ഞു കിട്ടും, ഒപ്പം ഉണ്ടാകുന്ന പൂക്കൾ കൊഴിഞ്ഞു പോകത്തില്ല. അപ്പോൾ അതിന് ചാരം നമ്മൾ ചുവട്ടിലും നമ്മൾ ഇട്ട് കൊടുക്കുക, ഒപ്പം ഇലകളിൽ നമ്മൾ ഒന്ന് ചെതറി കൊടുക്കുക. ഇനി നമ്മൾ ഈ മണ്ണും ഈ വിട്ടുകൊടുത്ത വളവും തമ്മിലൊന്ന് യോജിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്.
അതുപോലെ തന്നെ ഇതിൽ നമ്മൾ കായ്കൾക്ക് വലിപ്പം കൂടാനും നിറയെ കായകൾ ഉണ്ടാവാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഈ ചെടി വളരാനും ഒക്കെ നമ്മളൊരു വളം കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കറിയാവുന്ന വളമാണ്. കടലപ്പിണ്ണാക്ക് ലായനി വളമാണ്. കടലപ്പിണ്ണാക്ക് ലായനി വളം വല്ലപ്പോഴുമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. വല്ലപ്പോഴും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒഴിച്ചു കൊടുക്കാമെങ്കിൽ നല്ല ആരോഗ്യത്തോടു കൂടി ഈ ചെടി ഈ ചാമ്പ വളർന്ന് കിട്ടും എന്ന കാര്യത്തിൽ നമ്മൾ മറക്കും. ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി, ആ വെള്ളം എങ്ങും പോകത്തില്ല. പിന്നീട് പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇതിങ്ങനെ തിന്നാൽ മതി. ഇഷ്ടം പോലെ പഴമുണ്ടാകും. നമുക്ക് ആവശ്യത്തിന് ഉണക്കി സൂക്ഷിക്കാം. അതുപോലെ തന്നെ നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇത് വൈൻ ഉണ്ടാക്കാൻ കൊള്ളാം. വൈൻ ഉണ്ടാക്കാൻ കൊള്ളാം. അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ മുറ്റത്ത് ഒരു പഴത്തോട്ടം കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉള്ള സ്ഥലത്ത് മനസ്സുണ്ടെങ്കിൽ മാർഗ്ഗം ഉണ്ടാകും. ഇത് തന്നെ നോക്കിയിട്ട് ഞാൻ ഇവിടെ ഉള്ള സ്ഥലത്താണ് ഇതെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകൾ, കൃഷി രീതികൾ, കൃഷി അറിവുകൾ ഇതൊക്കെ കാണാനും അതുപോലെ തന്നെ ഈ അറിവുകൾ ശേഖരിച്ച് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ, അതുപോലെ തന്നെ നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് പൂർണ്ണമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.